മുഹമ്മദുൻ സഫ്വത്തുൽ ബാരി വറഹ്മതുഹു വബഗയത്തുല്ലാഹി മിൻ ഖൽഖി വമിൻ നസമി. മുഹമ്മദുൻ സഫ്വത്തുൽ ബാരി വറഹ്മതുഹു വബഗയത്തുല്ലാഹി മിൻ ഖൽഖി വമിൻ നസമി. മഹാനായ ഇമാം അഹ്മദ് ശൗഖി റളിയല്ലാഹു തആല അൻഹു ഈ മഹത്തായ വരികളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിൻ്റെ പ്രതിനിധിയാണ് എന്നുള്ളതാണ്. ലോകത്തിന് മുഴുവൻ അനുഗ്രഹമാണ് ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അല്ലാഹുവിൻ്റെ സൃഷ്ടിചരാചരങ്ങൾക്ക് മുഴുവനും അനുഗ്രഹമാണ് ഹബീബായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പ്രത്യേകിച്ച് മനുഷ്യകുലത്തിന് ആ മുത്തുനബിയെ അറിയുക എന്നുള്ളതാണ് എല്ലാ മനുഷ്യരുടെയും ലക്ഷ്യം. കാരണം അവിടുന്ന് നമ്മെ മോക്ഷത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹബീബായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമി ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. കാരുണ്യത്തിന്റെ പ്രതിരൂപമാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അല്ലാഹുവിൻ്റെ റസൂലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായിട്ടാണ്. അല്ലാഹുവിൻ്റെ മുഴുവൻ സൃഷ്ടിചരാചരങ്ങൾക്കും അനുഗ്രഹമാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്നാൽ ആ സൃഷ്ടിചരാചരങ്ങളിൽ നിന്ന് മനുഷ്യർക്ക് പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം നൽകുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യരാകുന്ന നമ്മൾ ആ അല്ലാഹുവിൻ്റെ റസൂലിനെ അറിഞ്ഞുകൊണ്ട് അവിടുത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ സ്നേഹിക്കാൻ നമ്മൾ മുന്നോട്ട് വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നാളെ സുഖലോക സുന്ദരമായ സ്വർഗ്ഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അഹ്മദ് ശൗഖി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഏതാനും കാവ്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.